വളരെ എളുപ്പത്തിൽ നല്ല കൊടമ്പുളി ഇട്ട് മീൻകറി തയ്യാറാക്കാം. മീൻകറി തയ്യാറാക്കാനായി ചട്ടി നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലോട്ട് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ സമയം തന്നെ നന്നായി കഴുകിയ കൊടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എരിവിനനുസരിച്ച് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1/2 കിലോ മീനിനുള്ള അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടികളെല്ലാം ഫ്ലെയിം സിമ്മിൽ ഇട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ശേഷം അതിലോട്ട് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. തക്കാളി കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞ് പാകമാകുന്നത് വരെ ഏകദേശം 2 മിനിറ്റോളം ചെറു തീയിൽ തന്നെ വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കൊടമ്പുളിയും വെള്ളവും കൂടി ചേർക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതേ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി നന്നായി തിളച്ച് വരുമ്പം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചട്ടി പതിയെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളും ഗ്രേവിയും നന്നായിട്ട് മിക്സായി വരും. മീൻ കഷ്ണങ്ങൾ തീരെ പൊടിയുകയുമില്ല. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 15 മിനിറ്റോളം നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ തേങ്ങ അരച്ചതും തേങ്ങാപ്പാലും ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി കൊടമ്പുളി ഇട്ട മീൻകറി നല്ല കുറുകിയ ചാറോടുകൂടി തയ്യാർ.